എങ്ങനെയുണ്ട്? നമ്മൾ തൃശ്ശൂർ വരെ പോവുകയാണ്. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് തൃശ്ശൂർ പോകുന്നുണ്ടല്ലേ. എന്തായാലും ബാംഗ്ലൂരിലെ ചേച്ചിയും ഏട്ടനൊക്കെ വന്നിട്ടുണ്ട്, അഞ്ചുകുട്ടിയും വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് തൃശ്ശൂരിലെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. അവിടെ പോവുക, കുറച്ച് നേരം സംസാരിക്കുക, ഫുഡ് കഴിക്കുക, പിന്നെ സംസാരിക്കുക, തിരിച്ചു വരിക. ഇത്രേ ഉള്ളൂ ഒരു ഫാമിലി ഗെറ്റ് ടുഗെദർ. രാവിലെ സെറ്റ് ചെയ്താണ്. ഇപ്പോഴും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലേ. അപ്പം നമ്മളത് വാങ്ങിക്കുന്നു. എന്താണത്? അതിൻ്റെ ലിങ്ക് ഞാൻ അഞ്ജുവിൻ്റെ അടുത്ത് ചോദിച്ചു, ഉറപ്പായും വാങ്ങിക്കും. സംഭവം അഞ്ജുവിൻ്റെ സാധനമാണ്. നന്നായി നിൽക്കുന്നുണ്ട്. ഞാൻ ഹെയർ സെറം ഇട്ടിട്ട് ചെയ്താണെങ്കിൽ കുറച്ചുകൂടെ നന്നായി നിന്നേനെ. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഓൾറെഡി സുന്ദരിയാണല്ലോ. ഇത്രയും സുന്ദരിയായ ഒരു അമ്മയെ കിട്ടിയ ശ്രീകുട്ടൻ എത്ര ഭാഗ്യവതിയാണ്, അല്ല ഭാഗ്യവാൻ. വൈകുന്നേരത്തെ ചായ കുടിക്ക് ശേഷം നമ്മൾ പുതിയതായിട്ട് കെട്ടുന്ന വീട് കാണാനായിട്ട് വന്നു. അവിടെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മളതൊന്ന് കണ്ട് കറങ്ങി വരാമെന്ന് വിചാരിച്ചു. സ്റ്റെയറൊക്കെ കയറാൻ എനിക്ക് നല്ല പേടിയാട്ടോ. ഹൈറ്റ് പേടിയുള്ള ആളാണ് ഞാൻ. എങ്കിലും ഞാൻ അതൊക്കെ കയറി സാഹസികതയ്ക്ക് മുതിരുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി മാത്രം, ഓൺലി ഫോർ മൈ വ്യൂവേഴ്സ്. എന്നെ തന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്ന ചില സന്ദർഭങ്ങളാണ്. ഞാൻ നല്ല സുന്ദരിയായിട്ടുണ്ട് എന്നാണ് ഉദ്ദേശിച്ചത്. ബാക്കിൽ ഫോട്ടോഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവര് അമ്മയും മക്കളും കൂടെ ഞങ്ങളെ മരുമക്കളെ കൂട്ടാതെ വീഡിയോയും ഫോട്ടോയും എടുക്കുകയാണ്. ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഇത് എന്താണിത്, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കിച്ചൺ. ഒരു ബിഗ് യമണ്ടൻ കിച്ചൺ, ദെൻ ഒരു കുഞ്ഞു വർക്ക് ഏരിയ. ഏറ്റവും ഫേവറേറ്റ് പാർട്ട് ഓഫ് ദ പ്ലേസസ് നമ്മുടെ ദാസേട്ടൻ്റെ കൃഷികൾ. എന്തൊക്കെ തരം മാവ്, പ്ലാവ്, വാഴ, അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ കാണാം. പപ്പായ, എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ടില്ല, പക്ഷെ എല്ലാ ഐറ്റംസും. ഇതെന്തോ ഐറ്റം? ശരിക്കും പറഞ്ഞാൽ വീട് താമസത്തിന് മുമ്പേ തന്നെ എല്ലാ ഐറ്റംസും അവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അത്രയും നല്ലൊരു കൃഷിക്കാരനാണ് ശരിക്കും പറഞ്ഞാൽ ദാസേട്ടൻ. എല്ലാം പരിപാലിച്ച് നോക്കാനും വീടിൻ്റെ മെയിൻ്റനൻസും അങ്ങനെ എല്ലാ വക ഐറ്റംസും അറിയാവുന്ന ഒരു ഓൾ ഇൻ ഓൾ അഴകു രാജയാണ് അദ്ദേഹം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിനെ കുറിച്ചും ഒരു ധാരണയുണ്ട് ആൾക്ക്. എന്ത് ചോദിച്ചാലും അതിനൊരു അഭിപ്രായമുണ്ട്. അങ്ങനെ ഒരാളാണ്. അപ്പം ഞങ്ങളിങ്ങനെ അവിടെ കൊണ്ടുവന്ന സ്നാക്സൊക്കെ കഴിച്ച് ചില്ല് ചെയ്തതിൻ്റെ ഇടയ്ക്ക് അഞ്ചുതം വണ്ടിയുടെ ഉള്ളിൽ കയറി ഇരുന്ന് ചില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? ആ ഡയലോഗ് പ്ലീസ് കമൻറ്റ് ബിലോയാ. അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ചു പോകാനായിട്ടുള്ള ശ്രമത്തിലാണ്. ഒരു ഏകദേശം 6 മണിയോട് അടുത്തപ്പോഴാണ് നമ്മൾ തിരിച്ചു പോകാനായിട്ട് തീരുമാനിക്കുന്നത്. അങ്ങനെ വണ്ടി കയറി തിരിച്ചു പോവാണ്. നല്ല വരുമ്പോൾ കാവടി തുള്ളിയാണ് വന്നതെങ്കിലും ഇപ്പോൾ നല്ല ടയേർഡാണ് ഏകദേശം. അങ്ങനെ വടക്കഞ്ചേരി എത്തി കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് നമ്മൾ തിരിച്ചെത്തി. കഴിക്കാൻ വയ്യ, പക്ഷെ തീർക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.